ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് മീൻസ് നമ്മൾ സ്കൂൾ പോകുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. ഞാൻ അപ്പോൾ മോനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ചിക്കൻ കറിയും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നോർമൽ എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മോളെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടമായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ കറക്റ്റ് 9 മണിയാകുമ്പോഴേക്കും നമുക്ക് സ്കൂളിൽ പോകണം. അപ്പോഴേക്കും ലിനുട്ടിൻ്റെ ഫുഡും കാര്യങ്ങളും അതുപോലെ സ്നാക്സ് നമുക്കുള്ള ഫുഡൊക്കെ റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, പെട്ടെന്ന് നമ്മളുടെ നൂൽപുട്ട് നമ്മളുടെ തട്ടിൽ നിന്നും അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ സ്കൂളുള്ള ടൈമിൽ നൂൽപുട്ട് ഉണ്ടാക്കാറില്ല. അത് കുറച്ച് പണിയുള്ള സംഭവമാണല്ലോ. പണി മീൻസ് അതിൻ്റെ തട്ടൊക്കെ കഴുകാൻ ഒരുപാട് ടൈം വേണം. നൂൽപുട്ടൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം ഞാൻ സ്കൂളിലുള്ള ടൈമിൽ അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാറില്ല. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ അങ്ങനെയുള്ള ടൈമിലായിട്ട് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അത് മോൻക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അന്നേ ദിവസം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമ്മളുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു നായി പൊടിയൊക്കെ മതി കേട്ടോ. ഞാനും മോനും മാത്രമേ ഉള്ളൂ. അതിനെ അധികം ഇരിക്കും. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പിന്നെ നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സിന് 10 മണിക്ക് ഒരുപാട് ലോങ് വരുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ കയ്യിൽ. അപ്പോൾ നമ്മളുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വറുത്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നാടൻ പയറിരിപ്പുണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത അയൽവാസിൻ്റെ അടുത്ത് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ നാടൻ പയർ നമ്മളുടെ നോർമൽ പയറാണെങ്കിലും ഉള്ളിൽ തൂമിച്ചിട്ടാണ് കേട്ടോ വെക്കാറ്. വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിൽ നല്ല തൂമിച്ചിട്ട് അടച്ച് വെച്ച ആവിയിലാണ് കേട്ടോ വേവിക്കാറ്. അങ്ങനെ ആകുമ്പോൾ വെറൈറ്റി ഒരു ടേസ്റ്റ് ആവും കേട്ടോ. കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് അങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ. ഗ്യാസ് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പച്ചമുളക് ഉപ്പും ഇട്ട് കൊടുത്തു. അതേ ടൈമിൽ തന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് പയർ വേകുമ്പോഴേക്കും അടിച്ച് വാരിയിടാറുണ്ട്. ഓഫീസ് റൂമിൻ്റെ അവസ്ഥ ഇതാണ്. മോള് പഠിച്ചു കഴിഞ്ഞാൽ ബാഗൊന്നും എടുത്ത് വെക്കാറില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ രാവിലെ പാല് വരും കേട്ടോ മോൾക്കുള്ളത്. അപ്പോൾ അതും നമ്മളുടെ അവിടെ പോയിട്ട് എടുത്തോട്ട് വരണം. അങ്ങനെ പാല് വന്ന് പിന്നെ നമ്മളെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എത്ര അടിച്ച് വാരി വെച്ചാലും നമ്മുടെ സിറ്റ് ഔട്ടിൽ നിറയെ പൊടി ഉണ്ടാവും കേട്ടോ. എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് മോൻ്റെയും യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പയർ ആവിയിൽ കടന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഞാൻ ഇതിനിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇളക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മുകളിലൊരു വേവും താഴെ ഒരു വേവും ആവും കേട്ടോ. അങ്ങനെ നമ്മളുടെ പയറുപ്പേരി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മാന്തൽ മീൻ ഉണ്ടായിരുന്നു. നല്ല കായമ്പുള്ള മാന്തൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകാരൻ ഇതുവഴി കൊടുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. 1/2 കിലോന് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നന്നാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ പണികളൊന്നുമില്ലല്ലോ. ഇനി സ്കൂൾ വിട്ട് വന്നാൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ദേഷ്യമായിരിക്കും കേട്ടോ. അത് ചെയ്യണമല്ലോ എന്നുള്ളത്. സ്കൂളിൽ തന്നെ നമ്മളാകെ ടയേർഡായിട്ടാണ് വീട്ടിൽ വരിക. അത് കഴിഞ്ഞാൽ പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വിചാരിക്കും അയ്യോ അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ മാന്തൽ തപ്പ് വെക്കാറുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പറയുക. ഉമ്മ എപ്പോഴും വെക്കാറുണ്ട്. മാങ്ങ ഇട്ടിട്ട് അതുപോലെ പുളി ഇട്ടിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പം മോനിക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ
അതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നൂൽപുട്ടിൽ അങ്ങനെ മീൻ കറിയും കോമ്പിനേഷനാണ്, അവനക്ക് വേണമെങ്കിൽ അത് ഒഴിച്ചോട്ട് വിചാരിച്ച് ഞാൻ അതും തയ്യാറാക്കിട്ടോ. അപ്പോൾ ഇവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൾ ദേഷ്യപ്പെട്ട് പറയും. ഇവൾക്ക് മെയിൻലി എന്ന് പറഞ്ഞാൽ ഡെയിലി ദോശ കൊടുത്താൽ ദോശ കഴിക്കും. നൂൽപുട്ട് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമല്ല. അപ്പം എന്നോട് പറയാം ദോശ എനിക്ക് വേണം എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളുടെ മീൻ കറിയും അതുപോലെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. മോള് മദ്രസ പോയി കഴിഞ്ഞാൽ അവൾ അഴിച്ചു വെച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ചായക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതായപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യാൻ പോയപ്പോഴേക്കും ഇതാട്ട അവസ്ഥ. കിച്ചണിൽ ഫുള്ള് പാലും, അതായത് ചായക്ക് വെച്ചിട്ടുള്ള പാലൊക്കെ തിളച്ച് തോന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ക്ലീൻ ചെയ്യണം. അങ്ങനെ നൂൽപുട്ടും കറിയും ഞാനിരുന്ന് കഴിച്ചിട്ടോ. മോനെ വരുമ്പോൾ പിന്നെ അവൻ കഴിക്കും, മോളങ്ങനെ കഴിക്കും, ഞാൻ പെട്ടെന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മളുടെ കിച്ചൻ്റെ അവസ്ഥ ഇതാ കേട്ടോ. നൂൽപുട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഇതായിരിക്കും അവസ്ഥ. ഞാനിത് നമ്മളുടെ മാന്തൽ മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കിച്ചൻ തട്ട് ഞാൻ കുറച്ച് ടൈം നൂൽപുട്ടിൻ്റെ തട്ട് ഞാൻ കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂൾക്ക് മാഗി മതി എന്നുള്ളത്. ഞാനങ്ങനെ വീക്ക്ലി 1 day ഒക്കെയാണ് കേട്ടോ മാഗി അവൾ പറഞ്ഞാലും കൊടുത്ത് വിടാറ്. ചിലപ്പോൾ അധികം കൊടുത്ത് വിടാറില്ല. ഞാൻ അവൾ വാശി പിടിക്കുന്ന ടൈമിൽ മാത്രമേ ഞാൻ അവൾക്ക് മാഗി സ്കൂളിൽ കൊടുത്ത് വിടാറുള്ളൂ. അപ്പോൾ അവൾ മദർസയിൽ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് മാഗി വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ നൂൽപുട്ട് ഞാൻ പറയില്ല ബാലൻസ് ഉള്ളത് നമുക്ക് ലോങ് എന്നൊരു ടീച്ചർ വരുന്നുണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അവർക്ക് ഞാൻ ബാലൻസ് കറിയും നൂൽപുട്ടും എടുക്കാറുണ്ട് എപ്പോഴും. പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് ഒരുമിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയും നൂൽപുട്ടും ഞാൻ മിസ്സിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ലീനു മദ്രസ വിട്ട് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് പപ്പടം വേണം സ്കൂൾക്ക് എന്നുള്ളത്. അപ്പോൾ കുറച്ച് പപ്പടം അവൾക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവൾ സ്കൂൾ വിട്ട് വന്ന മദ്രസ വിട്ട് വന്നാൽ ചിലപ്പോൾ ഒരു വാശിയായിരിക്കും കേട്ടോ. സ്കൂളിൽ ഇഷ്ടമില്ലാത്ത ദിവസങ്ങൾ അവൾ ഓരോന്നിനും കുറുമ്പ് പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ഫുഡ് ഉണ്ടായി സ്നാക്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടതാക്കിയാലും പറയും എനിക്കത് വേണ്ട എന്നുള്ളത്. ഇന്ന് എനിക്കത് വേണ്ടെന്ന് അറിയിട്ട് പിന്നെ അവൾ പറയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ പപ്പടം ഉപ്പേരി വേണ്ട. അതുപോലെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് അവൾക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേഗം പിന്നെ കുറച്ച് പപ്പടം ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അവളുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനിടക്ക് മോന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അവൻ്റെ ഫുഡ് മോൻക്ക് ആക്കി കൊടുത്ത് അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്കുള്ള പപ്പടം അതുപോലെ എനിക്കുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതിന് മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഉപ്പേരിയൊക്കെ എടുക്കാറുണ്ട്. നമ്മളവിടെ പോയതിന് തന്നെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നാടൻ പയറൊക്കെ ആകുമ്പോൾ അത് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. നമ്മളെ നോർമൽ പയറിനേക്കാളും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മോളുടെ ലഞ്ച് ബാഗിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഫുഡും പാക്ക് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഫുള്ള് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ ടൈം ആവുമ്പോഴേക്കും എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിയും. അടിക്കൽ, തുടക്കൽ, അതുപോലെ ഫുഡ് ഉണ്ടാക്കൽ, അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിയിട്ടു. ഒരു 8:45, 8:30 ആകുമ്പോഴേക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൾ മദ്രസ വിട്ട് വന്ന് അവളെ ഒന്ന് യൂണിഫോമും അതുപോലെ മുടി ചീകി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവൾ സോക്സും ഷൂ ആണ് ഇടാറ്. പക്ഷേ സോക്സ് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ്.